വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടച്ചതിൽ മകൾ സിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മാതാപിതാക്കളെ താൽക്കാലികമായി ബന്ധുവീട്ടിലേക്ക് മാറ്റി. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, എന്തായാലും മകൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. മാതാപിതാക്കളെ ഗേറ്റിന് പുറത്താക്കി അടച്ചതിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ മാതാപിതാക്കളെ ഇപ്പോൾ എങ്ങോട്ട് മാറ്റിയിരിക്കുന്നു? അപ്പം കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് ആഷിഖ്? ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വർക്കല അയിരൂരിൽ താമസിച്ചിരുന്ന സിജയുടെ മാതാപിതാക്കളായ സദാശിവനെയും സുഷമയെയും സിജ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചു എന്ന വാർത്ത വരുന്നത്. തുടർന്ന് നാട്ടുകാരടക്കം തമ്പടിക്കുകയും മാതാപിതാക്കൾ വീട്ടിനുള്ളിൽ കയറ്റണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി ഈ വിഷയം പഠിക്കുമ്പോഴാണ് ഇതിന് പിന്നിലുണ്ടായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സിജയും മാതാപിതാക്കളും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും മാതാപിതാക്കൾ താമസിച്ചിരുന്ന വീട് വിറ്റ് 35 ലക്ഷം രൂപയോളം സിജയ്ക്ക് നൽകിയിരുന്നു എന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത്. ഈ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരം കളക്ടറേറ്റിൽ മാതാപിതാക്കൾ പരാതി നൽകുകയും തുടർന്ന് വീട്ടിലേക്ക് മാതാപിതാക്കളെ കയറ്റണമെന്നും പണം തിരിച്ചു നൽകണമെന്നും കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവ് കൈപ്പറ്റി കളക്ടറേറ്റിൽ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് സിജ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത്. തുടർന്ന് ഇന്നലെ പോലീസ് എത്തുകയും മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും അടക്കം ചെയ്തിരുന്നു. പിന്നീട് കളക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നാണ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. സിജയ്ക്കെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ആ നിർദ്ദേശപ്രകാരം പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മാതാപിതാക്കളെ ഇപ്പോൾ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തുടർ അന്വേഷണവും മറ്റു നടപടികളും ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി.